നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് എന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഞാൻ കുറെ ആളുകളായി ഞാനൊരു മോണിറ്റൈസേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ കുറെ സംശയങ്ങളായിട്ട് കുറെ ആളുകൾ വിളിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, കുറെ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ റീൽസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ അദ്ദേഹം ഭയങ്കര റീച്ചാണ്. കണ്ടമാനം ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ പൈസ ഒന്നും കയറുന്നില്ല. അപ്പൊ അത് എന്താണ് അങ്ങനെ ചോദിച്ചിട്ടാണ് വിളിച്ചത്. ഇതിലെന്താ പ്രശ്നം വെച്ചാൽ നമുക്കിപ്പോ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ്. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ ഈ സ്ട്രീം ആഡ്സ് ഒക്കെ ഇപ്പോ അടുത്ത 31-ാം തീയതി കൂടിയിട്ട് പോവും. ബോണസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവും ലഭിക്കുക. അപ്പൊ ഈ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ നമ്മള് മ്യൂസിക്കുകളൊക്കെ കോപ്പിറൈറ്റുകൾ തന്നെയാണ്. അതിപ്പോ റീൽസ് ആണെങ്കിലും. അപ്പൊ ചില ആളുകൾ കണ്ടിട്ടില്ല, നല്ല രസമുണ്ടാവും സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് കാണിക്കുമ്പോൾ രസമുണ്ടാവും, കാണാനൊക്കെ രസമാണ്, ആളുകളും കാണും. പക്ഷെ ഒരു രൂപ പോലും മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് മ്യൂസിക്കുകൾ അവര് അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമ്മള് ഒരു റീൽസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളില് മ്യൂസിക്കും അല്ലെങ്കിൽ മ്യൂസിക് വന്ന അടിയിൽ കിടക്കുന്നുണ്ടാവും. അതിപ്പോ തൊട്ട് കഴിഞ്ഞ് നമ്മൾ മ്യൂസിക് കയറുന്ന സമയത്ത് ഫ്രീ റവന്യൂ ഷെയർ എന്ന് പറഞ്ഞിട്ട് റവന്യൂ ഷെയർന്നും ഫ്രീ റവന്യൂ ഷെയർ എന്ന് പറഞ്ഞിട്ടും മ്യൂസിക്കുകൾ കിടക്കുന്നുണ്ടാവും. അതിൽ ഫ്രീ റവന്യൂ ഷെയർ മ്യൂസിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ റവന്യൂ ഷെയർ മ്യൂസിക്കുകൾ കോപ്പിറൈറ്റ് ആണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചെയ്യാൻ കഴിയില്ല. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു വരുമാന മാർഗ്ഗമാണ് ലക്ഷ്യം വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ കോപ്പിറൈറ്റുകൾ ഞാൻ അന്ന് പറഞ്ഞു തന്നല്ലോ. ഇനി കേൾക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ തീർച്ചയായിട്ടും അതില് സപ്പോർട്ട് ഇൻബോക്സ് പോയിട്ട് അലർട്ട് ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് വന്നിട്ടുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാണിക്കും. അല്ലാതെ ഫേസ്ബുക്കിലൊന്നും യൂട്യൂബ് പോലെ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. അപ്പൊ അത് കാണിക്കുന്ന സമയത്ത് അത് നമ്മൾ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് തന്നെ വേണം നമ്മൾ, എന്നാലും മോണിറ്റൈസേഷൻ നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ആ സാധനങ്ങൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയ തന്നെ വേണം. അത് റിമൂവ് ചെയ്യാം, നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, റിമൂവ് ചെയ്യുക. അപ്പൊ മ്യൂസിക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇപ്പോ കണ്ടന്റ് മോണിറ്റൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ അവർക്ക് ഉപകാരപ്പെടുക. അതായിട്ടുണ്ട്, പൈസ കയറുന്നില്ല. അതേമാതിരി നമ്മള് ഈ പ്രശ്നങ്ങൾ കണ്ണിക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ യുദ്ധങ്ങള്, കുന്നം, കുറച്ചക്രം, അങ്ങനത്തെ പലതും വരും. നമുക്കൊക്കെ ഓരോ രാഷ്ട്രീയം, ഓരോ കാര്യങ്ങളും ഓരോ ഇതുണ്ടാവും. അത് പലപ്പോഴും നമ്മളത് പ്രതികരിച്ചുകൊണ്ട് എഴുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ ഫേസ്ബുക്ക് അവരുടെ ഒരു നടപടിയിലേക്ക് നീങ്ങും. ആ നീങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അവരത് കുറച്ച് കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വെക്കും. അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ 4 മാസമൊക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് മോണിറ്റൈസേഷനെ അത് ബാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ചെയ്യരുത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ ഞാൻ നിരന്തരം ഇങ്ങനെ ഫോട്ടോകൾ ഇരുന്ന് കാണണം. അപ്പൊ ആളുകളുടെ ഒരു സംശയം എന്താ വെച്ചാൽ ഇതിൽ ലൈക്കിനും കമന്റിനും അല്ല കണ്ടന്റ് മോണിറ്റൈസേഷനിൽ നമുക്ക് അതിന്റെ റീച്ചിനാണ് നമുക്ക് പൈസ. ഇപ്പൊ ഞാൻ എന്റെ 438 500 ഉള്ളിൽ ലൈക്ക് കിട്ടിയ ഒരു ഫോട്ടോ ഇപ്പം തന്നെ ഞാൻ നട്ട ആ ഫോട്ടോയ്ക്ക് അതിന്റെ റീച്ച് 74,000 75,000 ആണ്. അതിന് നമുക്ക് $1 അത്രയും കയറുമ്പോൾ തന്നെ $1 നമുക്ക് അതിന് കയറും. $1 പറഞ്ഞ പുറത്തെ സംബന്ധിച്ച് 85 രൂപയിലധികം വരുന്നുണ്ട്. 85 രൂപയോളം വരും. ഒരു ഫോട്ടോ ഇട്ടാൽ നമുക്ക് 85 രൂപയോളം നമുക്ക് ശരിക്കും കയറും. അല്ലെങ്കിൽ ഇപ്പൊ അത്രത്തോളം റീച്ച് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് 40-45 രൂപ കിട്ടിയാലും 10 ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ നമുക്ക് കിട്ടും. അപ്പോ ഇപ്പൊ ഇങ്ങനെ റീച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 10 ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ 850 രൂപ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിരന്തരം ഫോട്ടോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണത്. അതൊക്കെ ഒരു വരുമാന മാർഗ്ഗം ആയതുകൊണ്ടാണ് അതിന്റെ ഫോട്ടോകളൊക്കെ നമ്മൾ ഇറക്കി ഓരോന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അമ്പലത്തിൽ പോയതും അങ്ങനെ കുറെ ഫോട്ടോസ് ഞാൻ എടുത്ത് വയ്ക്കും. ആ ഫോട്ടോകൾ മുഴുവൻ ഞാൻ FB പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് 100K ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും 200K ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് ചിലപ്പോൾ $1 കിട്ടിക്കോളണമെന്നില്ല. എന്നാൽ നേരെ മറിച്ച് 10,000 രൂപ ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഫോളോവേഴ്സ് ഒന്നും അല്ല ഇപ്പോഴത്തെ ഫേസ്ബുക്കിന്റെ ക്രെഡിറ്റ് അനുസരിച്ച് ഫോളോവേഴ്സ് ഒന്നും അല്ല. അത് 5000 ഫോളോവേഴ്സും ഉള്ള ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അത് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായാൽ മതി. അതേമാതിരി എല്ലാത്തിനും സ്റ്റോറിക്ക് പൈസ കയറും, നമ്മൾ എഴുതിയിടുന്ന എഴുത്തുകൾക്ക് പൈസ കയറും, അങ്ങനെ എല്ലാത്തിനും പൈസ കയറും കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ. ഇനി ഫുൾ അടുത്ത മാസം മുതൽ ഈ സ്ട്രീം ആഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയാൽ
ഇനി മുതൽ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും ഇതുണ്ടാവുക. ഇങ്ങനെ ഒരു പൈസ തന്നെ ലഭിക്കുക. അതായത് ഫോട്ടോ ഇട്ട സ്റ്റോറിക്ക് അങ്ങനെ എല്ലാത്തിനും അതിന്റെ റീച്ച് അനുസരിച്ചുള്ള പൈസകളാണ് കിട്ടുക. മെയിൻ ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് കോപ്പിറൈറ്റ് തന്നെയാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒഴിവാക്കിയിട്ട് തന്നെ നമുക്ക് വീഡിയോകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ പൈസ ഉണ്ടാക്കാൻ മുമ്പത്തെ പോലെ 10,000 ആള് വേണം 20,000 ആള് വേണമെന്നൊന്നുമില്ല. ആക്റ്റീവ് ആയ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. ആക്റ്റീവ് ആയ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും, അതായത് ഡെയിലി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച ഫോൺ എടുക്കാറുണ്ട്. സമയത്തിനനുസരിച്ച് അമ്പലത്തിലൊന്നും അല്ലെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫോൺ എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വീഡിയോകളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ ഇതേ ക്രിറ്റീരിയ തന്നെയാണ് കേട്ടോ. യൂട്യൂബിൽ നമുക്ക് അത് കണ്ടന്റ് അല്ല, നമുക്ക് എന്താ വെച്ചാൽ പരസ്യങ്ങളും കാര്യങ്ങളും കയറും, അതിനൊക്കെയാണ് പൈസ വരിക. പക്ഷെ നമ്മൾ കോപ്പിറൈറ്റ് ഇതേപോലെ തന്നെയാണ് യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വാണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയാതായി പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മൾ മാക്സിമം കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ ഒഴിവാക്കാതിരിക്കുക. നമ്മൾ കോപ്പിറൈറ്റ് അല്ലാത്ത മ്യൂസിക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവർക്കും അത് ഡെയിലി ആക്റ്റീവ് ആക്കുക. നിങ്ങളുടെ ഫോട്ടോകൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ എഴുത്തുകൾ ഇട്ടിട്ടോ ഒക്കെ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഫേസ്ബുക്ക് നോക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു ബിസിനസ് തന്നെയാണ്. അവർക്ക് കിട്ടുന്ന പൈസയെന്ന്, ഇപ്പൊ പരസ്യങ്ങളോ കാര്യങ്ങളോ അതൊക്കെ വരുന്ന ഇതെന്ന് അവർക്ക് കിട്ടുന്ന പൈസയെന്ന് ചെറിയൊരു ശതമാനം പൈസ നമുക്കും തരണം. അപ്പൊ അവർക്ക് ബിസിനസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ആക്റ്റീവായ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. അതിൽ നമ്മൾ ആക്റ്റീവ് ആവണം. അതിൽ വീഡിയോകളോ ഫോട്ടോകളോ കാര്യങ്ങളോ ഒക്കെ ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ ഫോട്ടോ ഇടാൻ നമുക്ക് വീട്ടിലിരുന്നാലും ഫോട്ടോകൾ ഇടാലോ. നമുക്കിപ്പോ നമ്മുടെ സ്ഥലത്തു നിന്നോ പറമ്പെന്നൊക്കെ ഉള്ള ഫോട്ടോകളൊക്കെ നമുക്ക് ഇടാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഒറിജിനൽ കണ്ടന്റ് അവിടുന്ന് ഇവിടുന്ന് പെറുക്കി കൂട്ടിയ പോസ്റ്റുകളും ഫോട്ടോകളും കൊണ്ടുവന്നിട്ട് അതിന് ക്യാപ്ഷൻ കൊടുത്താലൊന്നും 1 രൂപ കയറില്ല. നമ്മള് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ മാത്രം ഇടുക. നമ്മളെടുത്ത ഫോട്ടോകളോ നമ്മളെടുത്ത കാര്യങ്ങളോ നമ്മുടെ ക്യാപ്ഷനുകളോ മാത്രം ഇടുക. മറ്റുള്ളവരുടെ ക്യാപ്ഷനും കാര്യങ്ങളും അടിച്ചു മാറ്റിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനൊന്നും നമുക്ക് പൈസ കയറില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോ എല്ലാവരും ഇതുപോലെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പൈസ ഉണ്ടാക്കട്ടെ. നിങ്ങൾ വീഡിയോകളും അതുപോലെ എഴുത്തുകൾ, ഞാൻ പറഞ്ഞ എഴുത്തുകൾക്ക് ഇപ്പൊ എഴുതാൻ കഴിയുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരൊന്നും പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല, എഴുത്തൊന്നും യൂസ് ചെയ്യുന്നില്ല. അവര് എഴുതുമ്പോൾ അവര് തന്നെ പൈസ കിട്ടുന്ന അങ്ങനത്തെ ചിന്ത. പക്ഷെ നമ്മൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയിടാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കുറെ 100K ഫോളോവേഴ്സ് ഉള്ള സുഹൃത്തുക്കളൊക്കെ അറിയാം, പക്ഷെ അവർക്ക് 1 രൂപ പോലും അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇത് ഒരാളും അങ്ങനെ നമുക്ക് വിളിച്ച അവരൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ അതൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ്. കുറെ ആളുകൾ അവരുടെ അത് പ്രൊഫഷണൽ ആവാം. പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല. ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളും എനിക്കുണ്ടായ ഇപ്പൊ ഈ ഫേസ്ബുക്ക് കുറെ വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോ യൂട്യൂബ് ആണെങ്കിലും ശരി. ഇപ്പൊ ഞാൻ പറയട്ടെ, യൂട്യൂബ് 200 ആളായിട്ട് കിടക്കുന്ന യൂട്യൂബ് അക്കൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ അതില് എനിക്ക് തോന്നുന്നു 29,000 ആളുകൾ ആവാറായി യൂട്യൂബില്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതിനനുസരിച്ച് ആളുകൾ കയറും. ആദ്യമൊക്കെ കുറെ നമ്മൾ കഷ്ടപ്പെടണം, അല്ലാതെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പൈസ കിട്ടുന്നില്ല. കുറെ പോസ്റ്റുകളും ഫോട്ടോകളും ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ അവൈലബിൾ ആവും. നമുക്കത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിടുന്ന പോസ്റ്റുകൾക്കും ഫോട്ടോകൾക്കും സ്റ്റോറികൾക്കും എഴുത്തുകൾക്കും ഒക്കെ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് കഴിയട്ടെ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്പർ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അമ്പലങ്ങളുടെ വീഡിയോകൾ എടുക്കാനുള്ള ആളുകളും ഈ അമ്പലങ്ങളിൽ കൊടുക്കുന്ന നമ്പർ, അത് അമ്പലത്തിന്റെ നമ്പറാണ് കേട്ടോ വീഡിയോയിൽ കൊടുക്കുന്നത്. അപ്പൊ അതിലല്ല, എന്റെ നമ്പർ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലൈക്കും കമന്റും ഇടുക. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ പൈസ ഈ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ പൈസ സമ്പാദിക്കുന്ന ഒരു തരത്തിലേക്ക് എല്ലാ ആളുകളും എത്തട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.